ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും ഉമ്മാക്ക് നിന്നെ മറക്കാൻ പറ്റില്ല, ഉമ്മാക്ക് നിന്നെ കൈയൊഴിക്കാൻ പറ്റില്ല. പാവമാണ്. കാരണം ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ, നമ്മുടെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന്, ഞാൻ ഉസ്താദുമാരിരുത്തി പറയല്ലേ, മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് നമ്മുടെ നെഞ്ചത്തുള്ള എല്ലുകൾ ജീവനോടെ മുറിച്ചു മാറ്റുന്നുവെങ്കിൽ എന്റെ അനുജന്മാരെ, നമ്മുടെ വേദന എത്രയാ! അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മ പ്രസവിച്ചിട്ടുള്ളത്. നമ്മുടെ ഉമ്മ നമ്മ പ്രസവിച്ചിട്ടുള്ളത് പാവമാണ്. നമ്മുടെ ശരീരത്തിൽ 20ഓ 25ഓ നരമ്പുകൾ ജീവനോടെ ഊരി വലിച്ചെടുക്കുന്നുവെങ്കിൽ ഒരു ബ്ലേഡ് എടുത്തുകൊണ്ട് തൊലി ഉരിഞ്ഞ് നമ്മുടെ നരമ്പുകൾ ഇരുത്താൻ വലിച്ചെടുത്താൽ നമ്മുടെ വേദന എത്രയാ! എന്റെ മക്കളെ, അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി, ആ ഉമ്മയുടെ തലയിൽ ചവിട്ടി 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ടേ മക്കളെ മരിക്കൂ. അരുത് മക്കളെ, അരുത്. എന്റെ പെൺകുട്ടികളോട് പറയുന്നു, അരുത്. ആൺകുട്ടികളോട് പറയുന്നു, മക്കളെ, നമ്മുടെ ഉമ്മയെ വേദനിപ്പിക്കരുത്. 40 ലക്ഷം മുടക്കിയിട്ട് സ്വന്തം പറമ്പ് വിറ്റ് 40 ലക്ഷം കിട്ടിയ കാശ് അത് മുടക്കിക്കൊണ്ട് വലിയ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുത്ത ഉപ്പ ആ മകൾ വീട്ടിലേക്ക് വന്ന ഒരു വേഷപ്പെണ്ണുമായിട്ടാണ്. ബാപ്പ ചോദിച്ചു, മരിക്കാൻ വല്ല വഴി ഇസ്ലാമിലുണ്ടോ? 40 ലക്ഷം മുടക്കിയത് ഉപ്പ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു, മാതാപിതാക്കളെ, ഇങ്ങനെയാണ് ഒരു കുട്ടി വളർന്നതെങ്കിൽ, നമ്മുടെ മോളെങ്ങാനും ഒരുത്തന്റെ കൂടെ ചാടിപ്പോകുന്നവൾ, നമ്മുടെ മകനെങ്ങാനും ഒരു വേഷപ്പെണ്ണുമായി വരുന്നുവെങ്കിൽ അല്ലാഹു കാക്കട്ടെ, എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? എന്തിനാണ്? യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ മിൻ അഹ്കാമി ത്വഹാറ വൽ ഹൈലി വൻ നിഫാസി വയുഅല്ലിമുഹും വയംനഉഹുൽ മൻഹിയ അൻഹു. മഹാന്മാർ വിവരിക്കുകയാണ്, ഞാനൊരു രക്ഷിതാവാണ്, എനിക്ക് മക്കൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. മക്കളുടെ മഹത്വം തിരിയണോ? അയ്യായ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ദമ്പതികളോട്, കല്യാണം കഴിച്ച ദമ്പതികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മക്കളുടെ മഹത്വം സന്താനങ്ങളുള്ള ഉമ്മയോട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണമെങ്കിൽ കല്യാണം കഴിച്ച 10 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കണ്ടിട്ടില്ല. മദ്രസയിലേക്ക് രാവിലെ കുട്ടികൾ പോകുമ്പോ നമ്മുടെ ഭാര്യ, ആ മക്കളില്ലാത്ത പെൺകുട്ടി വാതിൽ തുറന്നിട്ട് അങ്ങനെ നോക്കും ആ കുട്ടിയുടെ പോക്ക്. അപ്പൊ ചോദിക്കും, എന്താ നീ പുറത്ത് നിൽക്കുന്നത്? അപ്പൊ പെൺകുട്ടി പറയും, ബാഗും പിടിച്ച് മദ്രസയിലേക്ക് പോകുന്ന ആ മക്കളെ കാണുമ്പോ ആ ഒരു സന്തോഷം കൊണ്ട് പിന്നെ കരയാണ് പെണ്ണ്. ചോദിച്ചു നോക്കുക ദമ്പതികളോട്, നമ്മുടെ കുട്ടികളാരാണ്, നമ്മുടെ മക്കളാരാണ്? എന്റെ സഹോദരങ്ങളെ ഒന്ന് കൈവക്കാൻ പറഞ്ഞാൽ, മക്കളുള്ളവർ കൈവക്കാൻ പറഞ്ഞാൽ ഇതിലൊരു 80% കൈവക്കുമെന്ന് എനിക്കറിയാം. അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. ആ മക്കൾ അവരെങ്ങാനും ശപിക്കുന്നൊരവസ്ഥയാണോ? യാ റബ്ബന ഖുദ് ലനാ ബിഹഖ്നാ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയേണ്ടത് ആ നിൽക്കുന്നവനെയാണ്, അതെന്റെ വാപ്പയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. അയ്യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ മിൻ അഹ്കാമി ത്വഹാറ വൽ ഹൈലി വൻ നിഫാസ്. നമ്മുടെ ഭാര്യ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അവരല്ല എങ്കിൽ നഊദു ബില്ലാഹ്, റബ്ബ് നമുക്ക് കാക്കുമാറാവട്ടെ. നമ്മുടെ ജില്ലയിൽ ഒരു നല്ല മനുഷ്യൻ, എന്റെ ഓർമ്മയിൽ 35 കൊല്ലത്തോളം പ്രവാസിയായിരുന്നു. 35 കൊല്ലത്തോളം പ്രവാസിയാണ്. ആ പ്രവാസിയായ മനുഷ്യൻ നാട്ടിൽ വന്നു. 100 കൂട്ടം രോഗമുണ്ട്. കോവിഡ് കാലം കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും ഒരു ലോക്കൽ വിസ എടുത്തിട്ട് ഗൾഫിൽ പോയവരുണ്ട്. 4-5 തലമുറക്ക് ജീവിക്കാൻ കഴിവുള്ളവരുണ്ട്. കഴിവുള്ള ഒരു മനുഷ്യൻ ജിദ്ദയിൽ വെച്ച് കണ്ടു. ഇതൊക്കെ പറയുന്ന കഥയല്ലട്ടാ, ഗൾഫ് മുടക്കി നിർത്തി വന്നതാ. അയാളെ ജിദ്ദയിൽ വെച്ച് കണ്ടു. നിങ്ങൾക്ക് ഇടങ്ങാറേറ്റായോ? നിങ്ങളാരും മുന്നോട്ടൊന്നുമില്ലല്ലോ. പ്രയാസമായോ നിങ്ങൾക്ക്? തങ്ങളാപ്പ വരുവോളെ ഞാൻ പറയും. അതിപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. എപ്പോ വന്നാലും
ചടപ്പിക്കാൻ പറ്റൂല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകും. ഞാൻ പറയുന്നത് ജിദ്ദയിൽ വെച്ച് അഥവാ ഒരു 5 തലമുറക്ക് ജീവിക്കാനുള്ള കഴിവും തോട്ടും പറമ്പൊക്കെ ഉണ്ട്. അയാളെ ഞാൻ ജിദ്ദയിൽ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തീരുന്നില്ലല്ലേ? ഞാൻ ഇങ്ങനെ പണം നിങ്ങൾക്ക് മതിയാവണില്ലല്ലേ? എനിക്ക് അയാളെ നിഴമത്തിന്റെ കനം കട്ടിയൊക്കെ അറിയാം, നമുക്ക് അറിയണേന്ന് അത്യാവശ്യം. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, ഉസ്താദേ കളിയാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞാട്ടാ, നിങ്ങൾ വിഷമിക്ക. അപ്പൊ എന്നോട് പറയാ, ദുനിയാവിൽ വെച്ച് എൻ്റെ ഭാര്യ മക്കളുടെ മുഖം കാണേണ്ട ഗതി വരരുത്, ഇവിടെയും കാണരുത്, ആഖിറത്തിലും കാണരുത്. അപ്പൊ ഞാനിങ്ങനെ വന്നു, സമ്പാദിക്കാനല്ല, മദീനയിലൊക്കെ ഇങ്ങനെ പോയി, മക്കത്തൊക്കെ ഇങ്ങനെ പോയി, പെട്ടെന്ന് മരിക്കണം എനിക്ക്, ഇവിടെ വെച്ച്. അപ്പൊ ചോദിച്ചു, എന്താ ചെറിയ അങ്ങനെ പറയണ? ഭാര്യ മക്കളെ ക്ഷമിക്കരുത്. അപ്പൊ ഇയാള് പറയാ, ഞാന് കോവിഡ് കാലത്ത് വിസ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി, കുറച്ചും എത്തിയപ്പോ ഭാര്യ പറഞ്ഞു, അയ്യായ ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട്, നിങ്ങളൊരു മുകളിലുണ്ട്. അയാള് പറയാ, നിങ്ങളാ വിസ മുടക്കേണ്ടില്ലായിരുന്നു. ഭാര്യ പറയാണത്രേ, ആ വിസ മുടക്കേണ്ടില്ലായിരുന്നു. അതാണ് ഉസ്താദെ തുടക്കം. പിന്നെ എൻ്റെ മോന് 1 മണി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറിയപ്പോ, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അവന് നല്ല തൻ്റെ ഇടമുള്ള വലിയ കുട്ടിയാ. അവനിങ്ങനെ 1 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ, എന്താടാ എവിടെടാ നീ പോയിരുന്നത്? ഞാൻ 2 ഇട വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ട്, 10-35 കൊല്ലം മൈക്കിലൂടെ പറയടാ, ഇന്ന് വാട്സപ്പിലോ കാണാൻ എന്തെങ്കിലുമൊക്കെ വന്നു പോകും. 10-35 കൊല്ലം ഇങ്ങനെ ബാക്കി ഡാഷ് പറഞ്ഞ ചുറ്റി നടന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഭരിക്കാൻ വന്നിക്കണ്. അപ്പൊ ഈ ആജി പറയാ, ഉസ്താദേ ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റൂല. ഞാൻ മക്കളോടൊരു ഇട വിളിച്ചതിന് അവള് ചോദിച്ച ചോദ്യം, അവള് പറഞ്ഞ വാക്കുകൾ എന്താന്നൊരു ചില പെൺകുട്ടികളൊക്കെ ഇവിടെ 5000 ഉണ്ടോ എന്നെ കുറച്ച് കാടുകാരി പറഞ്ഞു, ഒന്ന് കാടുകാരി പറയാൻ വല്ലാത്തൊരവസ്ഥ. നഊദുബില്ലാഹ് മരിച്ചെങ്കിലെന്ന് ചില ഭർത്താക്കന്മാർ കുതിക്കാം, ചില ഭാര്യമാരുടെ കാട്ടിക്കുട്ടലുകൾ. അള്ളാഹു കാക്കട്ടെ. എന്നിട്ടും നിങ്ങൾ ആമീൻ മുന്തിര, അതാപ്പുള്ള വിഷമം. അള്ളാഹു കാക്കട്ടെ. ചില ഭാര്യമാരെ നഊദുബില്ലാഹ്. അതേ സ്ഥാനത്ത് ഞാൻ മറ്റൊരാളെ കണ്ടൊരു പ്രവാസി, ഞാൻ അവിടെ നിൽക്കട്ടെ, 10-35 കൊല്ലം ഗൾഫിൽ കഴിഞ്ഞ് വന്ന ഒരു മനുഷ്യൻ. അയാൾ ഇപ്പോ നിസ്കരിക്കാൻ പ്രയാസം, ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് തന്നെയാണ്. പോയി നിൽക്കാൻ പ്രയാസം, നിൽക്കാൻ അതിലേറെ പ്രയാസം. പള്ളിയിൽ 9 മണിക്ക് പള്ളിയിലെത്തിയിട്ടുണ്ടാവും, പരിസരത്തെ കടയിൽ. എന്നിട്ട് 11 മണി വരെ അവിടെ നിന്ന് സംസാരിക്കും. പള്ളിക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കസാര ചില ആളുകൾ വല്ലാത്ത കസാര നിസ്കാരട്ട. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായ? ഒന്ന് മൂളി അഭിപ്രായങ്ങളെ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് വെറുപ്പാകുന്ന തോന്നുന്നു. 30 കൊല്ലം മുമ്പ് നമ്മുടെ ഏതെങ്കിലും പരിസരത്ത് പള്ളി ഒറ്റ കസാര ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നേ അല്ല. ഞാൻ പഠിത്തൊരാളെ കണ്ടു, അയാൾക്ക് നൃത്തത്തിനൊരു കുഴപ്പമില്ല, ഇരുത്തത്തിന് കുഴപ്പമില്ല, അതുമില്ല. കാരണം രണ്ടും കാണുന്നു. പള്ളിക്കെത്തിയപ്പോൾ പള്ളി ഒരു പ്രശ്നമില്ല. അള്ളാനെ മറക്കുന്ന ഒരു പടപ്പുകട അവസ്ഥ. എത്ര സമയത്ത് കഴിയാത്തവരുണ്ട് കേട്ടോ, അവരെ നമ്മൾ ശപിക്കരുത്. പോയി ഇരിക്കുന്നവരുണ്ട്, നമ്മൾ കുറ്റപ്പെടുത്തരുത്. അവരുടെ കാലുവേദന അവർക്ക് റബ്ബിനെ അറിയും. ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു പ്രശ്നമില്ലാത്തവർ നിസ്കരിക്കുക. ഒരു കുട്ടിയെ, മക്കളെ, കോഴിക്കോട്ടുനിന്ന് നമ്മളെ പള്ളിയിൽ വെച്ചൊരു കുട്ടിയെ കണ്ടു. ചെറിയ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ആ സലാമാജൊക്കെ തുറപ്പിച്ചൊക്കെ നോക്കണ. തങ്ങളപ്പോ വന്നാലല്ലേ നിർത്തുക, നിങ്ങളിങ്ങനെ തുറപ്പിച്ചിട്ട് വല്ല കാര്യമില്ല. ഞാൻ പറയുന്നതേ, അപ്പൊ കോഴിക്കോട് പള്ളിയിൽ നിന്ന് ഒരു ചെറിയ കുട്ടി, മക്കളെ താലിമികൾക്കൊക്കെ സഞ്ചാമോരും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഈ കുട്ടിയോട് മോൻ എന്താ പഠിക്കുന്നത്? സഞ്ചാനാണ്, ചെറിയ ഉസ്താദിനോട്. അപ്പൊ അവ ഇരുന്ന് സ്കരിക്കുന്നത്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, കുട്ടിക്ക് എന്താ? കുട്ടി എന്താ ഇരുന്ന് സ്കരിക്കുന്നത്? അപ്പൊ കുട്ടി എടുത്തേക്ക് ഉസ്താദിനോട്, ഞാൻ സുന്നത്താണ്. അല്ലോ കിട്ടിപ്പോയി. അപ്പൊ ചെറിയ ഉസ്താദ് പറ, കൊള്ളണ്ട കൊണ്ടിട്ടാ, കിട്ടണ്ട കിട്ടിയ. അപ്പൊ എന്താ കുട്ടി പഠിപ്പിച്ച സുന്നത്തസ്കാരാണ്, ഇരുന്ന് സ്കരിച്ചാൽ കുഴപ്പമില്ല പഠിപ്പിച്ചു കൊടുക്കണേ. അപ്പൊ ഈ 90 വയസ്സ് കഴിഞ്ഞ മഹാന്മാർ
അവരിങ്ങനെ തപ്പിട്ട് അപ്പൊ ചോദിച്ചു ഒരു മഹാൻ, ഇരുന്ന് സ്കെച്ച് സുന്നത്തിട്ട ഫറലല്ല, ഇരുന്ന് സ്കെച്ചാ പോരെ. അവസാന നിമിഷം വരെ എന്റെ ഖാലിഖായ റബ്ബിന് നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നിങ്ങൾ ദ്വാരക്കുക. ഞാൻ ഇങ്ങനെ തപ്പി പിടിച്ചിട്ടെങ്കിലും നിസ്കരിക്കാൻ കഴിയും. ഇത് പറഞ്ഞ ആളുകളുടെ മക്കളും നാട്ടുകാരും ഒക്കെയാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇരുത്തത്തിനൊരു കുഴപ്പം, ഒരു വിഷയമില്ല, യാതൊരു പ്രശ്നമില്ല. കടം കസരിപ്പോയി നിസ്കരിക്കാം, വേറെ എത്ര നിൽക്കുക, എന്തു ചെയ്യും, പോട്ടെ. ഞാൻ പറയുന്നത് 35 കൊല്ലത്തോളം ഗൾഫിൽ ജോലി ചെയ്തൊരു മനുഷ്യൻ നാട്ടിൽ വന്നു അവസാനം കാര്യത്തിലാണ് നിസ്കരിക്കാൻ, ഇരിക്കാനും നിൽക്കാനും പ്രയാസമുള്ള മനുഷ്യൻ. അയാള് വെള്ളിയാഴ്ച നേരത്തെ പോകും. ഒരു വെള്ളിയാഴ്ച നേരത്തെ പോയി പള്ളിയിൽ. ആ മനുഷ്യന്റെ 10-20ഓളം വയസ്സുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരനായ ഒരു കുട്ടി അകത്തെ പള്ളിയിൽ ഇരുന്ന് പച്ച മലയാളത്തിൽ ദുആ ചെയ്ത് കരയുന്നത് ഈ ഹാജി എന്നോട് പറയാൻ ഞാൻ കണ്ടു. അവന്റെ കരച്ചിൽ എന്താണ്? അവന്റെ കരച്ചിൽ അറിയോ? കരഞ്ഞു ദുആ ചെയ്യാ. ഹാജി പറയാ, എനിക്ക് കേടായിട്ട് ഞാന് ഗൾഫിലങ്ങനെ നടന്നുകൊണ്ട് നോക്കാനൊന്നും പറ്റിയിട്ടില്ല, എനിക്ക് കേടായി ദ്വാരക്കാണോ? എന്നോട് പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്നപ്പോ ഉസ്താദേ, എന്റെ മോന് ദ്വാരക്കുന്നത് പച്ച മലയാളത്തിൽ എന്റെ ഉപ്പ പാവമാണ്, അല്ലാ എന്റെ ഉപ്പയുടെ കാലുവേദന മാറ്റിക്കൊടുക്കണേ റബ്ബേ, എന്റെ ഉപ്പയുടെ രോഗങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കരയാത്ത പണ്ഡിതനുണ്ടോ? കരയാത്ത അരിഫീങ്ങളുണ്ടോ? ഓ സഹോദരാ, ഈ ഹാജി പറഞ്ഞു, എനിക്ക് വകതിരി പറ്റിയിട്ട് ഇത്രമാത്രം സന്തോഷത്തിന്റെ ഒരു കണ്ണുനീർ, സന്തോഷത്തിന്റെ കരച്ചിൽ ഞാൻ വേറെ അവസരത്തിൽ കരഞ്ഞിട്ടില്ല. എന്റെ മകന്റെ ആ ദുആ കേട്ടപ്പോ അങ്ങനത്തെ ഒരു കുട്ടി നമുക്കുണ്ടോ? അയ്യായ പ്രദേശത്തുള്ള എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ ചോദിക്കുക, അങ്ങനത്തെ ഒരു കുട്ടി നമുക്ക് വളർന്നിട്ടുണ്ടോ? അല്ല എങ്കിൽ നാം നമ്മുടെ പള്ളിയിൽ പോയി സുബ്ഹി നിസ്കാരം കഴിഞ്ഞു ഇറങ്ങി, കയ്യിൽ ഒരു പത്രം കിട്ടി. ആ പത്രം വായിച്ചു. രണ്ടാമത്തെ പേജ് നമ്മുടെ മലപ്പുറം ജില്ല പേജാ. ആ പേജ് മറിച്ചു നോക്കുമ്പോ നമ്മുടെ മകന്റെ ഫോട്ടോ. ആവേശത്തോടെ വായിക്കുന്ന അടിക്കുറിപ്പ്, 10 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്റെ ഹാജിയുടെ മകൾ. നമ്മുടെ മകന്റെ ഫോട്ടോ പത്രത്തിൽ വന്ന് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് 12 വയസ്സുള്ള പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയ 16 വയസ്സുള്ള 10 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്റെ ഹാജിയുടെ മകൾ. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ നാട്ടുകാരെ? ഇവിടെയാണ് 24 മണിക്കൂറും നമ്മുടെ മക്കളെ കുറിച്ചുള്ളൊരു ശ്രദ്ധ. മക്കളുടെ ഭാവിയുടെ അടിത്തറയാണ് മദ്രസ. ആ മദ്രസക്ക് വേണ്ടി എന്നേക്കുമുള്ള ഒരു ജീവിതം. അൽഹംദുലില്ലാഹ്, ഈ മദ്രസയിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുവോ ആ പഠിക്കുന്ന കാലത്തും അല്ലാത്ത സമയത്തുമുള്ള അതിന്റെ സവാബ് അലിക്കയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഇത് വല്ലാത്തൊരു സദഖ, വല്ലാത്തൊരു സംഭാവന, എന്നേക്കുമുള്ള സംഭാവന. ഞാനിവിടെ പറയുന്നു, എല്ലാ ആളുകൾക്കും ആ മനസ്സ് വരില്ല എന്നല്ല. 98% പേർക്കും ആ മനസ്സ് വരാൻ പ്രയാസമാണ്. ഇവിടെ കഴിഞ്ഞുപോയ പല ആളുകളും പഴയ മൂമിനീങ്ങൾ, ആരിഫീങ്ങൾ കാണുന്നവർ പറയും, മക്കളാണ് നമ്മുടെ സമ്പത്ത്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ പൊന്നു മക്കളാണ്.